വരുന്നതിന് മുമ്പ് സഹ കഥാപാത്രം പറയുന്ന ഒരു വാചകമുണ്ട്. ഇന്ന് ഇന്ദുചൂടൻ ഒരു വ്യക്തിയല്ല, ഒരു സംഭവമാണ്. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫാറൂഖിനെ കുറിച്ചിട്ടാണ്. ഇന്ന് ഫാറൂഖ് എന്ന് പറയുന്ന ഒരു കൊച്ചുമിടുക്കൻ ഇന്നൊരു വ്യക്തിയല്ല, ഒരു സംഭവമാണ്. നമുക്ക് നന്നായിട്ട് കൈവരിച്ചുകൊണ്ട് തന്നെ ഫാറൂഖിനെ നമ്മുടെ അഭിനന്ദനങ്ങൾ അറിയിക്കണം. വിശുദ്ധ ബൈബിളിലെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ആള് 12ാമത്തെ വയസ്സിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചെന്നുള്ളതാണ്. ഇവിടെ ഒരു കൊച്ചുമിടുക്കൻ ഇല്ലത്ത് പറമ്പിൽ ഇലിയാസ് ജാസ്മി മകൻ, രണ്ടാമത്തെ മകൻ ഇഷാൻ ഫാറൂഖ് തന്റെ 13ാമത്തെ വയസ്സിൽ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ടിരിക്കുകയാണ്. കാരണം ചെറുപ്രായത്തിൽ തന്നെ അത്ഭുതങ്ങളാണ് അവൻ കാണിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ചെറുപ്രായത്തില് കളിപ്പാട്ടങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ജാസ്മിൻ എന്ന് പറയുന്ന അവന്റെ ഉമ്മയെ വിളിച്ചപ്പോൾ പറയുകയായിരുന്നു, അവന്റെ ചെറുപ്പത്തിൽ കളിപ്പാട്ടങ്ങളല്ല താല്പര്യം, ടൂൾസാണ്. ടൂൾസുകളോടായിരുന്നു താല്പര്യം. നമുക്ക് കളിപ്പാട്ടങ്ങൾ മൊബൈൽ ഗെയിംസ് ആയിട്ട് ഇരിക്കുമ്പോ അവൻ അതൊന്നല്ല ഭയപ്പെട്ടത്. അവന്റെ ജീവിതത്തില് പ്രാവ്, അലുവ, അതുപോലെ തന്നെ പെറ്റ്സിനോടായിരുന്നു താല്പര്യം. അതുപോലെ തന്നെ ഇന്ന് വേറെ തരത്തിൽ, പ്രത്യേകിച്ച് പഞ്ചായത്ത് തലത്തിലൊക്കെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കൊച്ചുമിടുക്കൻ, അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃഷി സംബന്ധമായ മേഖലകളിൽ അവാർഡ് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫാറൂഖ്. ഇന്ന് നമ്മൾ അഭിനന്ദിക്കുന്നത് അവന്റെ സൈക്കിൾ റിപ്പയറിംഗ് മാത്രമല്ല, അല്ലെങ്കിൽ സൈക്കിൾ ഉണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല, അവൻ ഈ 13ാമത്തെ വയസ്സ് വരെ അവൻ നേടിയിട്ടുള്ള സകലമാന കഴിവുകൾക്കും ഒരു അഭിനന്ദനമാണ് നമ്മൾ സ്കൂൾ നൽകുന്നത്. കാരണം ഈ സ്കൂൾ അവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. 5 വയസ്സ് മുതൽ എനിക്ക് തോന്നുന്നു അവൻ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ സ്കൂൾ അവന് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. ഈ സ്കൂളിൽ തന്നെയാണ് അവന്റെ കഴിവുകൾ ഏറെക്കുറെ നേടിയെടുത്തിട്ടുള്ളത് തന്നെ. ഇവിടെയുള്ള ടീച്ചേഴ്സിന്റെ പ്രോത്സാഹനമായിരിക്കും കൂടുതലും. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു വിദ്യാ കേന്ദ്രം എന്ന് പറയുന്നത് സ്വന്തം വീട് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വിദ്യാ കേന്ദ്രം എന്ന് പറയുന്നത് ഈ സ്കൂൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ തന്നെയാണ് അവനെ അഭിനന്ദിക്കാൻ ആദ്യം മുന്നിട്ട് വരേണ്ടതെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നേ ദിവസം ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മികവിന്റെ കാര്യപരിപാടിയാക്കി ഇത് മാറ്റി. ഈ നിമിഷം ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്ന ഇനി ഉത്തരവാദിത്വമാണ് എന്നിലും നിക്ഷിപ്തമായിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഈ ഒരു വേദിയിൽ നമ്മൾ കൂടെയായിട്ടുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അവർകളാണ്. ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ അവരുടെ പ്രോത്സാഹനം കൊണ്ട് അല്ലെങ്കിൽ താല്പര്യം കൊണ്ട് മാത്രമാണ് ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞ വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്തത്തിനിടയിലാണ് ശോഭന രവി അവറുകൾ നമ്മുടെ കൂടെ ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് കൈയടിച്ചുകൊണ്ട് അവരെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം. ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഏറെ ഭംഗിയാക്കണമെന്നും അതെല്ലാവരും തന്നെ അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മിസ്സസ് ബേബി ടീച്ചർ തന്നെയാണ്. ഫാറൂഖിന് തോന്നും ഇത് 2ാമത്തെ അഭിനന്ദനമാണല്ലോ എന്ന് തോന്നുന്നു. ഇന്നലത്തെ ഒരു അഭിനന്ദനം കഴിഞ്ഞു, ഇത് 2ാമത്തെയാണ്. ഇനി എത്രയോ അഭിനന്ദനം കിടക്കുന്നു. എനിക്ക് തോന്നുന്നു വലിയ സന്തോഷമുണ്ട്. അപ്പോ അത്തരത്തിലൊരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നതൊക്കെ ബേബി ടീച്ചർ തന്നെയാണ്. നമുക്ക് ബേബി ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് കുറച്ച് നിർണായകം തന്നെയാണ്. ഈ വർഷം റിട്ടയർഡാവുന്ന ഒരു വർഷം കൂടി തന്നെയാണ്. അപ്പോ എനിക്ക് ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഒരു ചെറിയ പ്രവർത്തനം മാത്രമാകുന്നുള്ളൂ. ഇത് നമുക്ക് ഏറെ കയ്യടികളോട് കൂടി തന്നെ ബേബി ടീച്ചറിനെ നമുക്ക് സ്വാഗതം ചെയ്യും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട PT പ്രസിഡന്റ് രമേശ്, നഞ്ചന്ദ്ര നാരായണി എന്ന് പറഞ്ഞ പോലെ ഒരു PT പ്രസിഡന്റ് പതിവിടെ എനിക്ക് തോന്നുന്നു. ഇനി ഒരു 10-20 വർഷത്തേക്ക് ആളുകൾ ഏറ്റെടുക്കട്ടെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. കാരണം ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ടായിട്ട് പോലും സ്കൂൾ സ്വന്തം വീട് പോലെ കണക്കാക്കുന്ന ഒരു PT പ്രസിഡന്റ് നമുക്ക് കിട്ടിയെന്നുള്ളത് നമ്മുടെ സ്കൂളിന് ഒരു അഭിനയം, പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ചോളം വലിയ അഭിമാനത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വലിയ മേഖലകളിൽ, എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തലത്തിലും മറ്റു മേഖലകളിലും ഉയരത്തിലെത്തട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. അപ്പോ ഏറെ സ്നേഹത്തോടുകൂടി ഈ സമൂഹത്തിലേക്ക് PT പ്രസിഡന്റിനെ കയ്യടികളോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം. ഫാറൂഖിനെ സ്വാഗതം ചെയ്തിട്ടില്ല, കാരണം അവരാണ്, അല്ലെങ്കിൽ ഫാറൂഖാണ് നമ്മുടെ അതിഥി. ഏതായാലും നമുക്ക് കൈയടിച്ചുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലേക്ക് ഫാറൂഖിനെ സ്വാഗതം ചെയ്യാം. ഇന്ന് ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ ഫാറൂഖ് സൈക്കിൾ നൽകുന്ന നാസലുണ്ട്. അതുപോലെ തന്നെ ഫാറൂഖിന്റെ റിലേറ്റീവ്സോട് വന്നിട്ടുണ്ട്, പാരന്റ്സ് വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ആമുഖ പ്രഭാഷണത്തിനായി പ്രിയപ്പെട്ട ബേബി ടീച്ചറിനെ ഞാൻ ക്ഷണിക്കുക.